ക്ലാസ് 7 AI ഫോർ സ്റ്റുഡൻസ് സ്റ്റഡി സ്മാർട്ടർ നോട്ട് ഹാർഡർ. കഴിഞ്ഞ ക്ലാസ്സിൽ AI എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് നാം പഠിച്ചു. ഇന്ന് വിദ്യാർത്ഥികൾക്ക് അതായത് സ്റ്റുഡൻസിന് AI ഉപയോഗിച്ച് എങ്ങനെ വേഗത്തിൽ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. AI നിങ്ങളുടെ പേഴ്സണൽ പഠന സഹായത്തിനായി മാറാം, നിങ്ങൾ ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ. ഫസ്റ്റ്, AI ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ഡിഫിക്കൽട്ട് ടോപ്പിക്സ്. ഒരു വിഷയം മനസ്സിലാകുന്നില്ലെങ്കിൽ എയോട് ലളിതമായി വിശദീകരിക്കാൻ പറയുക. ഉദാഹരണത്തിന് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഫോട്ടോസിന്തസിസ് ലളിതമായി വിശദീകരിക്കുക എന്ന് പറയുക. കഠിനമായ വിഷയങ്ങളെ AI ലളിതമായി വിഭജിച്ചു നൽകും. സെക്കൻഡ്, AI ഫോർ സമ്മറീസ്. നിങ്ങൾക്ക് നീണ്ട നോട്ട്സുകൾ ഉണ്ടെങ്കിൽ എയോട് അത് സമ്മറി ചെയ്യാൻ പറയാം. ഉദാഹരണം, സമറൈസ് ദിസ് ചാപ്റ്റർ ഇൻ 5 കീ പോയിന്റ്സ്. അതായത് ഈ ചാപ്റ്റർ 5 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയി ചുരുക്കുക. ഇത് സമയം ലാഭിക്കുകയും റിവിഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. തേർഡ്, AI ഫോർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. പ്രാക്ടീസ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ എയോട് നമുക്ക് ആവശ്യപ്പെടാം. ഉദാഹരണം, ക്രിയേറ്റ് 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക്. ഈ വിഷയത്തിൽ നിന്നും 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. ഇത് പരീക്ഷാ തയ്യാറെടുപ്പിനെ നിങ്ങളെ സഹായിക്കുന്നു. ഫോർത്ത്, AI ഫോർ റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ്. AI ലേഖനങ്ങൾക്കും അസൈൻമെന്റും മികച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് പറയാം, കറക്റ്റ് ഗ്രാമർ ആൻഡ് ഇംപ്രൂവ് ക്ലാരിറ്റി. അതായത് ഗ്രാമർ ശരിയാക്കി ക്ലാരിറ്റി മെച്ചപ്പെടുത്തുക. ഇത് നല്ല വൊക്കാബുലറി നിർദ്ദേശിക്കാനും കഴിയും. ഫിഫ്ത്ത്, AI ഫോർ സ്റ്റഡി പ്ലാനിംഗ്. AI പഠനത്തിന് ടൈം ടേബിൾ തയ്യാറാക്കാനും സഹായിക്കുന്നു. ഉദാഹരണം, ക്രിയേറ്റ് എ 7-day സ്റ്റഡി പ്ലാൻ ഫോർ മാത്സ് എക്സാം പ്രിപ്പറേഷൻ. അതായത് മാത്സ് പരീക്ഷയ്ക്കായി 7 ദിവസത്തെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ഇത് പഠനത്തിന് ക്രമവും ദിശയും നൽകും. ഇമ്പോർട്ടന്റ് വാർണിംഗ്. പക്ഷേ ഒരു പ്രധാന കാര്യം നിങ്ങൾ ഓർക്കുക, AI നിങ്ങളെ പഠിക്കാൻ വേണം സഹായിക്കാൻ. നിങ്ങളുടെ ചിന്താശക്തിയെ റീപ്ലേസ് ചെയ്യാൻ അനുവദിക്കരുത്. അന്ധമായി AIയെ കോപ്പി ചെയ്യും അരുത്. മനസ്സിലാക്കാൻ AIനെ ഉപയോഗിക്കുക, ചീറ്റ് ചെയ്യാനല്ല. സിമ്പിൾ സമ്മറി നോക്കിയാൽ AI വിശദീകരിക്കും, AI സമ്മറൈസ് ചെയ്ത് നൽകും, AI പ്രാക്ടീസിന് ചോദ്യങ്ങളെ സൃഷ്ടിക്കും, AI എഴുതാനും മെച്ചപ്പെടുത്തും. പക്ഷേ നിങ്ങൾ ആക്റ്റീവായി ചിന്തിക്കുകയും പഠിക്കുകയും വേണം. AI ബുദ്ധിപൂർവം ഉപയോഗിക്കുന്ന സ്റ്റുഡൻസുകൾ വേഗത്തിൽ പഠിക്കും. ഭാവി സ്മാർട്ടായി പഠിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് AIയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് 8 മിസ് ചെയ്യാതിരിക്കുക. AI പഠനത്തിനായി മാത്രമല്ല, ഇത് നിങ്ങളുടെ ഭാവി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ്. ഇത് ഭാവിയെ മാറ്റിമറിക്കുന്ന ശക്തമായ ഒരു ടെക്നോളജിയാണ്. AI വളരുമോ എന്നത് യഥാർത്ഥ ചോദ്യമല്ല. യഥാർത്ഥ ചോദ്യം, നിങ്ങൾ അതിനൊപ്പം വളരുമോ? ഇപ്പോൾ നിങ്ങൾ ഏത് AI ടൂളാണ് ഉപയോഗിക്കുന്നത്? താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. AIയോടൊപ്പം നമുക്കും വളരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. See you in next video.